ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ടാറ്റു ആണ് ആദ്യം തന്നെ ശ്രദ്ധിച്ചത്. അത് എന്താ ടീഷർട്ടായിട്ട് ഭയങ്കര സിങ്കായി പോകുന്ന പോലെ എഴുതി വിട്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ മീനിങ്? എന്താ? വരവീണ മൃദുപാണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കർണാട്ടിക് കുട്ടികളെ മൂലം കർണാട്ടിക് പഠിച്ചു തുടങ്ങുമ്പം ആദ്യം പഠിക്കുന്ന ഗീതങ്ങളിൽ ഒന്നാണ്. അപ്പം ഞാൻ 3-4 വയസ്സിൽ പഠിച്ചൊരു ഗീതമാണ്. അപ്പം ത്രൂ ഔട്ട് മൈ ലൈഫ് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയും ഭയങ്കര കണക്ഷനും ഉള്ളൊരു പീസ് ആയതുകൊണ്ട് തന്നെ ആ പാടുന്ന രീതിയിൽ തന്നെയാണ് ടാറ്റു ഇരിക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? ഓ ആവല്ലോ. നമ്മുടെ ഒരു ന്യൂ ഏജ് ഭക്തി എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഇപ്പം സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈ ആഴ്ച മുതൽ നമ്മൾ റിലീസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ ഫസ്റ്റ് ട്രാക്കും വരവീണ അച്ഛൻ നമ്മൾ തുടങ്ങുന്നത്. വരവീണ മൃദുപാണി വനരുഹലോചനുരാണി സുരുചിരവം ഭരവേണി സുരനൂത കല്യാണി. ചെറുപ്പത്തിൽ തന്നെ അതൊരുപാട് മനസ്സിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടാറ്റു ആയിട്ട് ചെയ്യാവുന്ന തീരുമാനം? എനിക്ക് തോന്നുന്നു ഒരു പ്രായം വരെ ഇറ്റ്സ് ജസ്റ്റ് എ ഗീതം. നമ്മൾ പഠിച്ചിരുന്ന ഒരു ഗീതം കേൾക്കാൻ നല്ല സുഖമുള്ളൊരു സാധനം. റീസെൻ്റ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ടഫ് ടൈംസിൽ നമ്മളെ തിരിച്ച് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനോ അങ്ങനെ എന്തോ രീതിയിലൊക്കെ ചില പാട്ടുകൾ കേൾക്കുമ്പോഴേക്കും തിരിച്ച് നമ്മൾ വരാമെന്ന് പറയില്ലേ, ഭയങ്കര മോശാവസ്ഥയിൽ പാട്ടായിട്ട് തിരിച്ചു വരില്ലേ, അതുപോലത്തെ ഒരു പവർ ചില പണ്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉണ്ടാക്കിയ 100 കണക്കിന് വർഷം മുന്നേ ഉണ്ടാക്കിയ ഇതുപോലത്തെ ഒരുപാട് പീസുകളിൽ അങ്ങനത്തെ ഒരു സാധനം കൂടി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വരവീണ എന്ന് പറയുന്ന ഒരു എന്നെ റെസ്ക്യൂ തിരിച്ചു കൊണ്ടിരുന്നൊരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഗൗരിയുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ സോങ് ആയിട്ട് ഭയങ്കര കണക്ഷനാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് എനിക്കൊന്ന് വേറെ മെഡിസിൻസ് ഒന്നും വേണ്ട അല്ലേ, ഈ ഒരു സംഭവം മതി, പല സോങ്സിലൂടെ തന്നെ റീഗെയിൻ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. അങ്ങനെയാണോ? എനിക്കൊരു ഔട്ട്ലെറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചില ഈ ഡിഫിക്കൽട്ട് ടൈംസിൽ കൂടെ പോകുമ്പോഴേക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ കൂടെ അതിനൊരു റിലീഫ് കണ്ടുപിടിക്കാൻ തോന്നിയിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഇതുപോലെ കുറേ പാട്ടുകൾ ഓൾറെഡി ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ രണ്ട് രീതിയിലും അത് വർക്ക് ആവാറുണ്ട്. മൂവി സോങ്സ് ഇതുപോലെ ഇമോഷണലി ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ? എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. മൂവി സോങ്ങിനേക്കാളും എ ആർ റഹ്മാൻ്റെ ഒരു സറിയ എന്നുണ്ടൊരു കോക്ക് സ്റ്റുഡിയോ ഒരു സാധനമുണ്ട്. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നൊരു ട്രാക്കാണ്. നമുക്ക് പാടാൻ എനിക്ക് ലിറിക്സ് ലിറിക്സ് അറിയില്ല. ഓക്കെ, അപ്പോൾ അത് എന്താണ്? അത് അതിൻ്റെ മെലഡി കേട്ടാണ് ഹെൽപ്പ് ചെയ്യുക. എനിക്ക് പാട്ട് ലിറിക്സ് ഓർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. ഭയങ്കര പാടാ ലിറിക്സ് ഓർക്കാൻ. ഡെയിലി 100 പ്രാവശ്യം കേൾക്കുന്ന സാധനമാണെങ്കിലും എനിക്ക് ലിറിക്സ് ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരാൾക്ക് അപ്പോൾ ചെറുപ്പത്തിൽ ഇതിലും ബുദ്ധിമുട്ടായിരുന്നിരിക്കുമോ ആ ഒരു ലിറിക്സ് പഠിക്കാൻ? വരി ഓർക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഡിഫിക്കൽട്ടി കണ്ടാലേ കുഴപ്പമുള്ളൂ. അപ്പോൾ എങ്ങനെ സ്റ്റേജിലൊക്കെ വരെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അത് സ്ഥിരമായിട്ട് പാടുന്ന സാധനമായിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ 4 വർഷം കറക്റ്റ് പാടിയ പാട്ടായിരിക്കും. ചിലപ്പോൾ ഒരു സ്റ്റേജിൽ പെട്ടെന്ന് ഞാൻ മറന്നു. അപ്പം വായി തോന്നിയത് പാടിയിട്ട് രക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ലിറിക്സ് ഭയങ്കര ഓളമായിട്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും അത്രയും ചെയ്യുന്ന ലിറിക്സ് തെറ്റിയിട്ടുള്ള ഏറ്റവും പുതിയ അനുഭവം ഏതാ? കഴിഞ്ഞ ഷോ എല്ലാ ഷോയിലും ഉണ്ടാവാറുണ്ട്. ഇത് അത് എല്ലാ ഷോയിലും ഒരേ പാട്ട് തെറ്റിപ്പോവും അങ്ങനല്ല. അത് നമ്മൾ എവിടെ ഒരു ഫ്ലോയിൽ ചിലപ്പോൾ കട്ടായി പോകുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അതിനകത്തോട്ട് ഇൻവോൾവ് ആകുമ്പോഴേക്കും മൈൻഡ് ഔട്ടായി പോകുന്നതാണ്. അത് അങ്ങനെ അങ്ങ് പൊക്കോളൂ. നമ്മളത് ഒന്ന് നിന്നാലേ പ്രശ്നമുള്ളൂ. അതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് പോകാന്നുള്ളൂ. ഈ ഇങ്ങനെ മറന്നു പോകുന്ന സമയത്ത് പോലും നെഗറ്റീവ് കമൻസ് വരാറുണ്ടല്ലോ. ഇത് പഠിക്കാതെ വന്നതാ, പ്രാക്ടീസ് ഇല്ല, അങ്ങനെയൊക്കെ ആയിരിക്കും മേ ബി ആളുകൾ പറയുന്നത്. ബട്ട് ഒരുപാട് പ്രാക്ടീസ് ഇതിൻ്റെ ബാക്കിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല വിഷമിച്ചിരിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ബട്ട് വിഷമത്തിന് അപ്പാർട്ട് എന്താണ് ഒരു ഇമോഷൻ ഈ ഒരു സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്? അല്ല, ഇതിപ്പോൾ മറ്റേ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നതും സൈഡിലിരുന്ന് കളി കാണുന്ന നമ്മളുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അവർക്ക് അവിടെ ഇരുന്ന് ചുമ്മാ ജസ്റ്റ് പറഞ്ഞ പോലെ ഇവർ ഏറ്റവും 99% ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു 15 സെക്കൻഡ് 30 സെക്കൻഡ് പീസ് കണ്ടിട്ടായിരിക്കും ഈ കമൻ്റ് അടിക്കുന്നത്. അതിന് മുന്നേ എന്താണ് സംഭവിച്ചത്, അത് കഴിഞ്ഞെന്താണ് സംഭവിച്ചത്, എത്ര ദിവസത്തെ പണിയാണ് ഒന്നും അറിയാണ്ട് വെറുതെ ഇന്നിങ്ങനെ കൈയടിക്കുന്നു അല്ലെങ്കിൽ കൂവുന്നു, അത്ര ഇതിനെ കാണാറുള്ളൂ. അതിനെ പ്രത്യേകിച്ച് കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിഷമിക്കില്ല ഇങ്ങനെ കമൻസ് കാണുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു തവണ പോലും വിഷമിച്ചിട്ടില്ല എന്ന് എനിക്ക് ആകെപ്പാടെനിക്ക് തോന്നുന്നു. തട്ടിയിട്ടുള്ളത് മുറിവിൻ്റെ സമയത്തുള്ള ഒരു പെട്ടെന്നുള്ള ഭീകരമായിട്ടുള്ള അറ്റാക്ക് എനിക്ക് തോന്നുന്നു 2 ദിവസം എനിക്ക് എടുത്തു വന്ന്. അത് വിഷമത്തേക്കാൾ എനിക്ക് തോന്നുന്നൊരു എന്ത് സംഭവിക്കുന്നതെന്നുള്ളൊരു മനസ്സിലാവായ്മയാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം
കണ്ടില്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക്. അയ്യോ ഇതിപ്പോൾ ആരും ഇപ്പം എന്തോ സംഭവിച്ചില്ല, ആരും ഒന്നും പറയാത്ത എന്താന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ, നെഗറ്റീവ് കമന്റ്സ് ഒന്നും വന്നില്ലെങ്കിൽ അതൊരു നോമായിട്ട് മാറി ഇപ്പോൾ. അതായത് ഒരാളെ നമുക്ക് ജനറലി സൊസൈറ്റിയുടെ ഒരു, എനിക്ക് സൊസൈറ്റി എന്ന് ഞാൻ പറയില്ല, സോഷ്യൽ മീഡിയയുടെ ഒരു ടെൻഡൻസി ഞാൻ കണ്ടിട്ടുള്ളത്, ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ മാറിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. പക്ഷെ അവരായിട്ട് തന്നെ ഇരിക്കുന്നിടത്തോളം കാലം ഒരു തവണ അവർ തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദേ കീപ്പ് ഓൺ ഡൂയിങ് ദാറ്റ് ഫോർ എവർ. അപ്പം അത്ര ഞാൻ അതിനെ കാണുന്നല്ലോ. ഇതിപ്പോൾ നമ്മൾ അഡൽട്ടായിട്ടുള്ള ഗൗരീൻ്റെ കാര്യങ്ങളാണ്. കുഞ്ഞു ഗൗരിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഈസിലി ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നോ? എനിക്ക് അങ്ങനെ സിറ്റുവേഷൻസ് കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു മോബ് അറ്റാക്ക് ഒന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി, ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളായിരുന്നു. ജനറലി മനുഷ്യന്മാരുടെ ഇൻട്രാക്ഷൻ കുറവായിരുന്നു, ഇപ്പോഴും ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവാണ്. പക്ഷെ അത് അങ്ങനെയാണ്. ആൻഡ് അത് ഞാനത് മോശം കാര്യമായിട്ട് കാണുന്നില്ല. കുഴപ്പമൊന്നുമില്ല. ഈ റീസെൻ്റ്ലി ആണെങ്കിലും ഈ ഇൻട്രോവേർട്സിനെ കുറിച്ചിട്ടൊക്കെ അവരൊരു കോമഡി കഥാപാത്രമാക്കി കാണിക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് ട്രോൾസും മീംസും ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും അത് റൈറ്റായിട്ട് തോന്നാറുണ്ടോ? ഇല്ല, ആളുകളെ അങ്ങനെ അത്രയും നമ്മൾ ബോക്സ് ചെയ്യേണ്ട കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് അങ്ങനെ പെട്ടിക്കകത്താക്കി വെക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ ഞാൻ തന്നെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ടാളുകളുടെ മുമ്പിൽ ഞാൻ വെറും ഭയങ്കര പൊളിയായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതേ സമയത്ത് പരിചയമില്ലാത്ത പുതിയൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സൂക്ഷിച്ച് സംസാരിക്കുന്ന, ഇത് പറയണോ അത് ചെയ്യണോ അങ്ങനെ ആലോചിക്കുന്ന ആളായിരിക്കാം. പേഴ്സൺ ടു പേഴ്സൺ, സിറ്റുവേഷൻ മാറുന്ന കാര്യമാണ്. ഈ ബോക്സിങ് ഇപ്പം ഇത്തിരി കൂടുതലാണല്ലോ. എല്ലാവരെയും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എല്ലാ രീതിയിലും, ഇപ്പം പൊളിറ്റിക്കലി ചായ്വുള്ളതാണെങ്കിലും ഫാൻസ് ആരെയാണ് ഫോളോ ചെയ്യുന്നത് അത് വെച്ചിട്ടാണെങ്കിലും, ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എല്ലാ രീതിയിലും ആളുകളെ ഇപ്പം മറ്റേ ഡിവൈഡ് ചെയ്ത് കറക്റ്റ് ഗ്രിഡ് ഇട്ട് വെക്കുകയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒന്ന് നല്ലത് ഒന്ന് മോശം അങ്ങനെ ഒന്നും ഇല്ല. പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. ചെറുപ്പത്തിൽ ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യന്മാരായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറവായിരുന്നു എന്നൊക്കെ, ബട്ട് സ്റ്റിൽ ഒരു കംഫോർട്ട്, ഒരു ഫ്രണ്ട്. അതുറപ്പായിട്ട് മനുഷ്യന് വേണമല്ലോ. ഒറ്റയ്ക്ക് ഒരാൾക്ക്, ഐ ഡോണ്ട് തിങ്ക് ഒരാൾക്ക് അങ്ങനെ ആരും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പായിട്ടും ജീവിതത്തിൽ മനുഷ്യന്മാരാണ്. ഞാൻ പറയുന്നത് ഒരുപാട് പേരുമായിട്ട് കോൺസ്റ്റൻ്റ്ലി ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കാനും ഒരുപാട് പേരുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കംഫർട്ടബിൾ ആവാനും എനിക്ക് പറ്റില്ല. പക്ഷേ എനിക്ക് ഏറ്റവും അടുപ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ എനിക്ക് ഏറ്റവും അടുപ്പുള്ള ആളുകളാണ്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ റിലേഷൻഷിപ്സ് തന്നെയാണ്. അത് എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് എല്ലായിടത്തും ചിലപ്പോൾ എനിക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ പറയുന്ന ആ ഒരു കംഫോർട്ട് പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു കംഫോർട്ട് ഒരു ബഞ്ച് ഓഫ് പീപ്പിൾ കാണുമല്ലോ, ഇവർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കുമോ? അതായത് ലോങ് ടേം റിലേഷൻ ആയിരിക്കും അവരായിട്ട്? ഇപ്പം എനിക്ക് അങ്ങനെയുള്ളത് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ 2 വർഷം 3 വർഷം 4 വർഷം പഴക്കമൊക്കെ ഉള്ളൂ. റെഗുലർലി കോണ്ടാക്റ്റ് ഒക്കെ ഉള്ള ആളുകൾ. ദാറ്റ് മൈറ്റ് ചേഞ്ച്. ഞാൻ അടിച്ചു പിരിയുന്നല്ല പറയുന്നത്. നമ്മൾ ഓരോ മനുഷ്യന്മാരും മുന്നോട്ട് പോകുമ്പോൾ അവർ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ 2 വഴിക്ക് ചിലപ്പോൾ ഇവോൾവ് ആവും. ചിലപ്പം ഒരു പോയിന്റ് ചെയ്യുമ്പോഴേക്കും അയാളുടെ ജീവിതം കംപ്ലീറ്റ്ലി വേറെ ട്രിപ്പായിരിക്കും, നമ്മുടെ ജീവിതം കംപ്ലീറ്റ്ലി വേറെ ട്രിപ്പായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾ മാറും, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നൂല. ചിലപ്പോൾ അയാളുടെ കുട്ടീനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇപ്പോഴത്തെ ആൾക്ക് അയാൾ വാങ്ങിയ പുതിയ കാറിനെ കുറിച്ചായിരിക്കും പറയാൻ, രണ്ടും കൂടെ ക്ലാഷ് ആവും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലപ്പോൾ നമ്മൾ 2 വഴിക്ക് പോയെന്ന് വരാം. പക്ഷേ ഈ പറഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഭയങ്കര എംപത്തറ്റിക് ആയിട്ടുള്ള, നമ്മളെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്ന, നമ്മളെ ബഹുമാനിക്കുന്ന ആളുകൾ ലോങ് ടേം എൻ്റെ ലൈഫിൽ അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ഡിഫറൻസസ് ഉറപ്പായിട്ടും അങ്ങനത്തെ ലോങ് ടേം ഉണ്ട്. അതെ. എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ്? അതായത് ലോ മെയിൻ്റെനൻസ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ആളാണോ, അതോ കുറേ എഫേർട്സ് എടുക്കുന്ന കൂട്ടത്തിൽ? എന്താണ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എഫേർട്ട് ഇപ്പം മേ ബി ചില ഫ്രണ്ട്സ് നമുക്കുണ്ടാവും, നമ്മൾ ഡെയിലി കോണ്ടാക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ്. വേറെ ചിലരുണ്ടാവും, നമ്മൾ ചിലപ്പോൾ ഒരു വർഷത്തിന് 2 വർഷത്തിന് ശേഷം സംസാരിച്ചാലും ലാസ്റ്റ് കോൺവെർസേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പോലത്തെ ഒരു വൈബുള്ള ആളുകൾ. ലോ മെയിൻ്റെനൻസ് ആയിരിക്കും. ഡെയിലി ചിലപ്പോൾ കോൾ ചെയ്തുകൊണ്ടിരുന്ന് ഇല്ലെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഒരു 1 മന്ത് കണ്ടിന്യൂസ് ഇല്ലെങ്കിൽ ആ ഒരു ബന്ധം മേ ബി ഒന്ന് ഡൗൺ ആവുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു എഫേർട്ട് എടുക്കേണ്ട കൂട്ടത്തിൽ? എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ആളെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണല്ലോ. സോ ദാറ്റ് സേസ് എ ലോട്ട്. നമ്മളെ കൂടെ ഒരാൾ ഓർക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ച ഒരിക്കൽ ഹലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ആൾ നമ്മളെ ഓർക്കുന്നുണ്ട്, നമ്മളെന്താ ചെയ്യുന്നതെന്ന് ഓർക്കുന്നുണ്ട്, നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ എന്നൊരാൾ ഓർക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ പ്രൂഫാണ്. അയാൾ എപ്പോഴും നമ്മളെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, എപ്പോഴും വിളിക്കുന്നുണ്ട്. സോ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചിട്ട് വർഷത്തിൽ ഒരിക്കൽ കാണുമ്പം നമ്മൾ വർത്തമാനം പറയുന്ന ആളുകൾ ഇല്ല എന്നല്ല, പക്ഷെ ഏറ്റവും അടുത്ത ആളുകളായിട്ട് എപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് തോണ്ടി നോക്കുന്ന ആളുകളാണ് നമ്മളെപ്പോഴും ഓർക്കുന്നതും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, അങ്ങനെയുള്ളവരോടത്താണ് കൂടുതൽ. ഞാനും അത് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരാളെ കൂടെ കൂട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ടൊന്ന്
തോണ്ടി ഇങ്ങനെ ഹലോ ഓക്കെ അല്ലേ, എന്തുണ്ട് വിശേഷം, എന്താ പരിപാടി, അതിൽ ആ ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ജെന്യുവൻ ജസ്റ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്താണ് ഒരു ഷോയിങ് ലവ്, അത് ഏത് രീതിയിലാണ് യൂഷ്വലി? പേഴ്സൺ ടു പേഴ്സൺ മാറും. ഓരോ ആളുകളുമായിട്ടും ഉള്ള നമ്മുടെ ബന്ധം വേറെയാണല്ലോ. ചില ആളുകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര കളിയാക്കിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്നേഹം കാണിക്കുന്നത്. അയാളോടുള്ള ബന്ധം അങ്ങനെയായിരിക്കും. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ചുമ്മാ താറ്റിക്കൊണ്ടിരിക്കും, വാ തുറന്നാൽ താറ്റിലായിരിക്കും. ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിൾ, അങ്ങനത്തെ സിബ്ലിംഗ് പോലത്തെ ബന്ധമുള്ള ആളുകളുണ്ട്. ചില ആളുകൾ ഭയങ്കര മണിക്കൂറുകളോളം ഇങ്ങനെ അപ്പം ചിലപ്പം നമ്മളെ സംസാരിക്കാൻ വിടുന്ന ഒരാളായിരിക്കില്ല, അയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അയാൾക്ക് കേൾക്കാൻ ഒരാളായിരിക്കും വേണ്ട. പക്ഷെ അയാൾ കേൾക്കാൻ വേണ്ടിയിട്ട് അയാൾ ചൂസ് ചെയ്ത് നമ്മളെ ആണെന്നുള്ളതായിരിക്കും നമുക്ക് സന്തോഷമുള്ള കാര്യം. അയാൾ ഇങ്ങനെ ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കും, ഫോണിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, എല്ലാ കാര്യം നടത്തും. അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടാവും. അപ്പം ഓരോ പേഴ്സൺ ടു പേഴ്സൺ അവർക്ക് എന്താണോ ആവശ്യം, നമുക്ക് എന്താണോ കൊടുക്കാൻ പറ്റുക, അതിനനുസരിച്ചാണ് ബന്ധങ്ങൾ മാറുക. അല്ലാണ്ട് ഫിക്സഡ് ആയിട്ട് ഇതാണ് ഇങ്ങനെയാണ് ഞാൻ സ്നേഹം കാണിക്കുന്നത്, അതെനിക്ക് വർക്കാവില്ല ഇല്ല. അതെ, ഓരോ കംഫർട്ട് സോണിൽ ഓരോ ആളുകൾ മാറും. ആളുകൾക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക. അതെ, ഒരു ഗുഡ് ലിസണർ ആണല്ലേ? അതെ, സംസാരത്തിനേക്കാളും എനിക്ക് തോന്നുന്നു കേൾവിയാണ് കൂടുതൽ. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ക്വാളിറ്റിയാണ്. അത് കേട്ടോണ്ടിരിക്കാൻ ഒരാളുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമല്ലേ? അത് കേൾക്കുന്ന ആൾക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ആസ് എ പേഴ്സൺ നമുക്ക് വളരാനും കേൾക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അകത്തെന്താ നടക്കുന്നതെന്ന് ശ്രദ്ധിക്കണില്ല. പുറത്തേക്ക് സംസാരിക്കരുതെന്നല്ല പറയണേ, പക്ഷേ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ബ്രെയിനകത്ത് ഫുൾ ടൈം നമ്മളാരാണ്, അപ്പുറത്തുള്ള ആളാണ്, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ചിന്തിക്കാനും നമ്മൾ ആസ് എ പേഴ്സൺ ബെറ്റർ ആവാനും ലിസണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പേഴ്സണൽ ലിസണിങ് ഭയങ്കര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു ബെറ്റർ ആളാവാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ പോലെ ഫാമിലിയിലോട്ട് വരുവാണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ ഗൗരീൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആണോ? വീട്ടിലിരിക്കുന്ന ആളാണ്. ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻ മാത്രമാവണമെന്നില്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും അടുപ്പുള്ള ആളുകളും എനിക്ക് ഫാമിലി തന്നെയാണ്. എൻ്റെ വീട്ടിലെ പട്ടിയും പൂച്ചയൊക്കെ എനിക്ക് ഫാമിലി തന്നെയാണ്. അപ്പം ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. പുറത്ത് ഭയങ്കര എന്താ പറയുക, ശബ്ദവും ബഹളമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫിസിക്കലി എഫേർട്ട് ഇട്ട് സ്ഥലങ്ങളിൽ പോവുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഏറ്റവും ഫെമിലിയർ സ്പേസിൽ ഇരിക്കാൻ തന്നെയാണ്. ആ ഒരു ഹോമാണ് ഫാമിലി അല്ലേ? നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് സേഫ്റ്റി തരുന്ന, കംഫർട്ട് തരുന്ന അതാണ് എൻ്റെ ഫാമിലി. ദാറ്റ് ക്യാൻ ബി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഒരു മുറിയായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, ഒരു ഭക്ഷണമായിരിക്കും, ഇതെല്ലാം ആ ഒരു കംഫർട്ട് തന്നെയാണ് ഞാൻ ഫാമിലി എന്ന് വിളിക്കുക. തരുന്ന എല്ലാത്തിനെയും ഞാൻ ഫാമിലി എന്ന് വിളിക്കും. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗൗരീൻ്റെ വീട്ടിൽ വന്നാൽ പോലും ഓരോ ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഒരു കുഞ്ഞൊരു ടീപ്പോ ഇരുന്നാൽ പോലും അതിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇതേപോലെ പർച്ചേസ് ചെയ്യുമ്പം നോക്കി ഇങ്ങനെ മറ്റേ യുണീക്കായിട്ട് ഓരോ സാധനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ. യുണീക്കിനേക്കാളും ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പം പൊട്ടിക്കാണും, സാധനം പൊട്ടിപ്പോയാലും ഞാൻ കളയില്ല. അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഒരു സംഭവം എന്താ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ചെറിയ ചെറിയ ആർട്ടിഫാക്ട്സ്, ചട്ടികൾ, ചെടികൾ വാടിപ്പോയി കാണും, ചട്ടി അവിടെ തന്നെ ഉണ്ടാവും. ചെടിയൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഇരിപ്പുണ്ടാവും. അല്ലെങ്കിൽ ചില പാത്രങ്ങളായിരിക്കും, ചിലപ്പോൾ ഹാൻഡിലൊക്കെ പോകുണ്ടാവും, ഹാൻഡിൽ പോയി കാണും, സ്പൂൺ മറ്റേ ഇളയി കാണും, ഹാൻഡിൽ അര ഹാൻഡിലൊരു കലമുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് എനിക്കിത് ഇഷ്ടമാണ്. കഷ്ടപ്പെട്ടാണെങ്കിൽ മറ്റേ ഹാൻഡിൽ തുണിയൊക്കെ പിടിച്ചിട്ട് ഉപയോഗിക്കും. ഫെമിലിയാരിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ അങ്ങനെ പോകാനാണ് ഇഷ്ടം. പുതിയൊരു സാധനം അറ്റാച്ച്മെന്റ് ആണ് അതിനോടങ്ങ്. അതൊരു അറ്റാച്ച്മെന്റും ശീലമാണ്, ശീലിച്ചിട്ടുള്ള സൗകര്യമാണ്. സൗകര്യം ഇതിപ്പം അതിനെ പിന്നെ കളയൊരു ബുദ്ധിമുട്ട്. ഫോൺ മാറാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് അവസാന ശ്വാസം വലിക്കുന്നവരെ ഞാൻ ഫോൺ മാറില്ല. പോയി എൻ്റെ അവസ്ഥ ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥ വന്നാലും ഞാൻ ഫോണൊക്കെ മാറില്ല. എനിക്ക് എന്തൊരു സ്നേഹമാണ് അതിനോട്. അതെ, എനിക്ക് കളയണ്ട, കുറച്ചുകൂടെ പോട്ടെ, പുഷ് മാക്സിമം. അത് കളഞ്ഞു കഴിഞ്ഞാൽ മേ ബി സാധനം പോയല്ലോ, കീറിയാലും പിന്നെ അതിനെ വെച്ചോണ്ടിരിക്കും. അതെ, കളയില്ല. യൂഷ്വലി ഇങ്ങനെ നമ്മൾ ഈ ഇട്ട ഡ്രസ്സ് തന്നെയൊക്കെ വീണ്ടും ഇടുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴും അമ്മമാരാ കൂടുതൽ പറയുന്നത്, നിനക്ക് എന്താ വേറെ ഇല്ലേ അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ തന്നെ ഇട്ടോണ്ടിരിക്കും ഞാൻ. ഭയങ്കര അല്ല, അമ്മ ഇങ്ങനെ പറയാറുണ്ടോ? അത് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ അത് ചില സാധനങ്ങളോട് ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അമ്മയുടെ ഭാഗത്തുനിന്ന് വരുന്ന കമന്റ്സ് ഞാൻ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഈ ഡ്രസ്സ് നിനക്ക് എന്താ ഈ ഡ്രസ്സ് ഇടാനുള്ളോ, ഇതൊന്നും അത് എല്ലാവരും ചോദിക്കാറുണ്ട്. ഈ റിപ്പീറ്റേഷൻ ഭയങ്കര ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. അമ്മ മാത്രമല്ല, എൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ആളുകളൊക്കെ ചോദിക്കുന്നത് എൻ്റെ ഈ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ടിരിക്കണേ. ചിലപ്പോൾ ചെരുപ്പ് ഒരു സൈസ് കൂടുതലൊക്കെ ആയിരിക്കും, അതെല്ലാം അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. വലിയ ചെരുപ്പ് ഒരു പ്രാവശ്യം വലിയ ചെരുപ്പിട്ടു, അത് ഇഷ്ടപ്പെട്ട പിന്നെ ആ വലിയ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുക. ഷർട്ട് കറയുണ്ടെങ്കിലും ചുളുങ്ങിയാലും ചിലപ്പം വിട്ടൊക്കെ തുടങ്ങി കാണും, പിന്നെ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. ഭയങ്കര സുഖമാണ്, ഭയങ്കര അത്തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ള. പുതിയ സാധനങ്ങളോട് വലിയ ഇതില്ല. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ടിരിക്കുന്ന
അങ്ങനെയാണ്. പുതിയത് കിട്ടിയാലും അതുമായിട്ട് അഡാപ്റ്റ് ആവാനും ഭയങ്കര പാടാണ്. അതുകൊണ്ട് പുതിയത് വാങ്ങുന്നതും കുറവാണ്. ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോർട്സ് ഉണ്ടല്ലേ, മിക്ക സ്റ്റേജ് ഷോസിലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ചില സാധനങ്ങൾ ഭയങ്കര സുഖമായിരിക്കും, തന്നെ ഇട്ടുകൊണ്ടിരിക്കും. ആ ഷോർട്സിനെതിരെ കുറെ കമന്റ്സും കണ്ട്. ഈ ഷോർട്സ് മാത്രമേ ഉള്ളൂ, ആളുകളും കമന്റ്സ് ഇടുന്നുണ്ട്. എനിക്കല്ലേ കിട്ടാനുള്ള സുഖമുള്ള ആർക്കറിയില്ലല്ലോ. ആ ഷോർട്സ് ഇട്ടാൽ മാത്രം കിട്ടുന്ന ഒരു സുഖമുണ്ട്, അത് അങ്ങനെ തന്നെയായിരിക്കും. ഈ കമന്റ്സ് ഇത് എപ്പോഴെങ്കിലും ചിരിച്ചു പോയിട്ടുണ്ടോ ഏതെങ്കിലും കമന്റ്സ് വായിച്ചിട്ട്? ഒരുപാട് ഞാൻ ചില ആളുകളുടെ പ്രൊഫൈലിൽ കയറി നോക്കും, അത് ഭയങ്കര കോമഡി പ്രൊഫൈലായിരിക്കും. അത് ഭയങ്കര വീര്യമായിട്ട് കമൻ്റൊക്കെ അടിച്ച് കയറി കഴിഞ്ഞാൽ മറ്റേ പിങ്ക് ഹാർട്ട് പറക്കുന്ന റീലൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ആളുകളായിരിക്കും. പക്ഷെ അവർ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഭയങ്കര വീരശൂര പരാക്രമിയായിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. ഇവരുടെ പ്രൊഫൈൽസ് കാണാൻ ഭയങ്കര രസമായിരിക്കും. പ്രൊഫൈലിൽ പൂക്കിയായിരിക്കും, ഭയങ്കര രസമായിരിക്കും, മൊത്തം പൂക്കിയായിരിക്കും. പിങ്ക് കവിളിലൊക്കെ പിങ്ക് കൊടുത്തിട്ട് നല്ല വലിയ മീശ സാധനമൊക്കെ ഉണ്ടാവും, നല്ല പിങ്ക് കൊടുത്തിട്ട് മറ്റേ ബാക്കിൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് ഭയങ്കര വീരശൂര പരാക്രമി വർത്തമാനമായിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അവിടെ പ്രൊഫൈൽസ് കാണാൻ. ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റയിലാണോ? ഫേസ്ബുക്കിൽ നോക്കാറില്ല. അങ്ങോട്ട് പോയേ വേണ്ട. ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഷെയർ ചെയ്ത് അങ്ങോട്ട് പോകുന്ന പോസ്റ്റും കാര്യങ്ങളും എനിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഈ പറഞ്ഞ പോലെ ഓൺലൈനിലുള്ള കമന്റ്സ് അല്ലാണ്ട് സ്ട്രെയിറ്റ് ഫേസിൽ നോക്കിയിട്ട് ഇന്നേ വരെ ഒരു കമന്റ് വന്നിട്ടുണ്ടോ? ഇല്ല. ആർക്കും അതിനുള്ള ധൈര്യം കിട്ടിയിട്ടില്ല. ഇല്ല, അങ്ങനെയില്ല. അല്ല, ഒരു നോർമൽ ഒരു ഡേ മ്യൂസിക് ഒക്കെ ആയിട്ട് യൂഷ്വലി പോകുന്നതല്ലാണ്ട് എങ്ങനെയായിരിക്കും ഒരു വീട്ടിൽ ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നത്? എനിക്കും കട്ടൻ കാപ്പി കുടിക്കും. കട്ടൻ കാപ്പി കൂടി ഒരു 1.5 മണിക്കൂർ പോകും. അതെന്താ? എങ്ങനെ ഇരിക്കും കാപ്പിയും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കുറേ കുടിക്കുമോ? കാപ്പി കുറച്ചുണ്ട്, ചെറിയ കപ്പ് ഉണ്ടാവുള്ളൂ, പക്ഷെ അത് കുറേ ഉണ്ടാവും. പിന്നെ എന്ത് കഴിക്കണം എന്ന് ആലോചിക്കും. അതിലേക്ക് ചിലപ്പോൾ ഉണ്ടാക്കും, ചിലപ്പോൾ വാങ്ങും. നല്ല കുക്ക് ചെയ്യോ? നല്ല കുക്കല്ല, റെഗുലർലി കുക്ക് ചെയ്യുന്നതാണ്. നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര വലിയ സാധനങ്ങളൊന്നും അല്ല, നമ്മൾ സാധാരണ കഴിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കാറിയാം. പിന്നെ വീട്ടിൽ പട്ടി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ കുറേ ഒരു ടോപ്പിക്കിൻ്റെ പുറകെ ആണെങ്കിൽ ആ ടോപ്പിക്കിലുള്ള കുറേ ഇൻ്റർവ്യൂസോ പോഡ്കാസ്റ്റുകളൊക്കെ ഇരുന്ന് ചിലപ്പോൾ കാണും. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ വർത്താനം പറഞ്ഞു പോകും. അല്ലെങ്കിൽ പാട്ട് കേൾക്കലൊക്കെ ഭയങ്കര കുറവാട്ടോ ശരിക്കും. ആണോ? പാട്ട് കേൾക്കുന്നത് ഇരുന്നങ്ങനെ കേൾക്കലൊന്നുമില്ല. എവിടെന്നെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് പോയി തപ്പി നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. വളരെ ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള ദിവസങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും ചിലപ്പോൾ. എന്തെങ്കിലും ഇപ്പോൾ ഒരു വീഡിയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നോക്കാനുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ആ പണി ചിലപ്പോൾ ഒരു ദിവസം 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയമൊക്കെ മോസ്റ്റ്ലി ഭയങ്കര ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള പോക്കായിരിക്കും. ഏർലി മോർണിംഗ് പേഴ്സൺ ആണോ അതോ? ഏർലി മോർണിംഗ് ആണ്. എനിക്കൊരു 9 മണിക്കാകുമ്പോൾ ഉറക്കം വന്ന് തുടങ്ങും. ആണ്? ഓക്കെ. ഒരുപാട് നൈറ്റ് ഇരിക്കാറില്ല? പറ്റില്ല, ഉറങ്ങിപ്പോയി ഞാൻ. അത്ര നേരത്തെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാണോ? ആയിരിക്കാം, ചെറുപ്പം മുതലേ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്നതാണ് താല്പര്യം, രാത്രിനേക്കാളും കൂടുതൽ. അപ്പോൾ ഈ സോങ്സിൻ്റെ പ്ലാനിങ് ഡിസ്കഷൻസ്, നമ്മുടെ സ്വന്തം കവേഴ്സും സോങ്സ് ഒക്കെ ചെയ്യുന്നതിൻ്റെ അതൊക്കെ എപ്പോഴാണ് നടക്കുക? അങ്ങനെയൊന്നുമില്ല, അത് ഓരോ സമയം. ഇപ്പം പറഞ്ഞ ഈ ത്രൂ ഔട്ട് ദ ഡേ ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും ഇത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചെയ്യും. അതിനങ്ങനെ യാതൊരു സ്ട്രക്ചറും ഒന്നുമില്ല, ഒരു പോണ പോക്കിന് ഇങ്ങനെ പോകുന്ന ഒരു പരിപാടിയാണ്. എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ സംഭവിച്ചൊന്നാണോ കട്ടിപ്പൊടിയുടെ കവറ്? കട്ടിപ്പൊടിയൊക്കെ അങ്ങനെ തന്നെയാണ്. അതങ്ങനെയാണ്. അതിന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് കവർ ഇതാണെന്ന് തോന്നുന്നു, അല്ലെ? ഇതിന് മുമ്പ് അങ്ങനെയൊന്നും വന്നിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സോങ്സ്, അതിൻ്റെ നിങ്ങൾ ചെയ്തേക്കുന്ന ആ ഒരു രീതി, വിഷ്വൽസ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നു. അപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ആ ഒരു ടീം അത് ഭയങ്കര ജെല്ലായിട്ട്. അതെങ്ങനെയാ ടീം സംഭവിച്ചത്? എനിക്കൊന്നു ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഉള്ള ടീമിൽ നിന്ന് കൊഴിഞ്ഞുപോയി, പുതിയ ആൾ വന്ന് കൊഴിഞ്ഞുപോയി, പുതിയ ആൾ വന്ന്, അങ്ങനെ ഇപ്പം ഒരു സ്ഥലത്തെത്തി നിൽക്കുന്നതാണ് എല്ലാവരും. ഓഡിയോ സെക്ഷൻ ആണെങ്കിലും വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ആളുകളാണെങ്കിലും ഓഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഒക്കെ ഗ്രാജുവലി ഉണ്ടായതാണ്. അതങ്ങനെ വന്ന് ഫിൽട്ടർ ചെയ്ത് പോയി വന്ന് സംഭവിച്ചൊരു കാര്യമാണ്. അറ്റ് ലാസ്റ്റ് അതൊരു പെർഫെക്റ്റ് ടീം. ഇപ്പോൾ ഒരു നല്ലൊരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അതെ. ഈ ഒരു കട്ടിപ്പുഴയുടെ കവർ നമുക്കൊന്ന് കേട്ടാലോ? കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപ്പടി കട്ടിപ്പൂടിടാ കണ്ടുപിടിപ്പേൻ அந்த இடத்தில் ഞണ്ടു പൊടിപ്പേൻ. അടിപൊളി.